ഹലോ, നമസ്കാരം. ഇന്നൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെജ് കട്ട്ലറ്റാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്. അപ്പോൾ പട്ടാണിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോസിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും 1 ബീട്രൂട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ 1 സവാളയും 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ പാകത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് 3-4 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം ഇതുപോലെ. അപ്പോൾ അതിലേക്ക് കുറച്ച് പട്ടാണിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പട്ടാണി നേരത്തെ വേവിച്ച് വെച്ചിരുന്നു. സവാള അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു മൈദയുടെ മിക്സ് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് പകരം മൈദയിൽ മുക്കിയിട്ടാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൈദ 2 ടീസ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ കലക്കിയെടുക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം, സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പച്ചമുളക് ചേർത്തുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാൻ മതിയാവും. കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ചേർക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കുറച്ച് പട്ടാണിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം പച്ചക്കറി, എന്നാലേ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ കിട്ടുള്ളൂ. ഇതിൽ തീരെ വെള്ളവും പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാൻ കൈവെള്ളയിൽ വെച്ച് അങ്ങനെ പരത്തി എടുത്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം മൈദയുടെ മിക്സിയിൽ മുക്കിയിട്ട്, ഇത് ബ്രെഡ് പൊടിച്ചതാണ്, മൈദയിലെ മിക്സിയിലേക്ക് ആദ്യം മുക്കിയെടുക്കാം കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് പുരട്ടിയെടുക്കാം. ഇതുപോലെ ഓരോ കട്ട്ലറ്റും തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.